നാദേന്ദ്രിയം രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി ഊഞ്ഞേരി. അവന്റെ ഒരു ഒടുക്കത്തെ അഭിനയം. നിന്റെ ഏട്ടനെ എടുത്തി ആശുപത്രിയിലാണോടാ മതിവിധം ആഘോഷിക്കാൻ കെട്ടിയെടുത്ത്. ചന്ദ്രാസൻ ഉമർ ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് തിരക്കി. ഓ അപ്പൂപ്പൻ താടി തുടങ്ങി. രുദ്രൻ ചടപ്പോടെ ഉമ്മറപ്പടിയിലേക്ക് ഇരുന്നോണ്ട് പിറുവിറുത്തു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആ കള്ളക്കാവടിയെ സൂക്ഷിക്കണമെന്ന്. അപ്പൊ ഏട്ടൻ അനിയനെ പുല്ലുവല. ഇപ്പൊ കണ്ടില്ലേ, അവൻ കളിച്ച് 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 കുടുംബത്തിൽ കയറി കളിച്ചു തുടങ്ങി കള്ളക്കാവടി മോൻ. മുത്തശ്ശൻ പല്ലടിച്ചോണ്ട് മുരണ്ടു. ഓ സംശയമില്ല, ഏട്ടന്റെ ഭരണിപ്പാട്ടിന്റെ ഉറവിട ഇവിടം തന്നെ. രുദ്രൻ തലയുടഞ്ഞുകൊണ്ട് അവിടെ കിടന്ന മാഗസിൻ എടുത്ത് നിവർത്തി. അതിനകത്ത് ആരാടാ നിന്റെ കുഞ്ഞമ്മയുടെ നാര് പറ്റിയെടുക്കുന്നോ? താൻ പറയുന്നതിൽ ശ്രദ്ധ കൊടുക്കാതെ നിവർത്തി വെച്ചിരിക്കുന്നവർക്ക് ചന്ദ്രഹാസൻ ചാടി. ഓ ഒന്ന് നിർത്തന്റെ ഹാസന, നിങ്ങളിങ്ങനെ കിടന്ന് ചാടാൻ മാത്രമൊന്നും ഉണ്ടായില്ല. അവൻ ആ മാഗസിനിൽ തന്റെ കണ്ണുകൾ പറിച്ചു മാറ്റാതെ പറഞ്ഞു. അയാൾ അവനൊന്ന് പല്ലടിച്ച് നോക്കി. ആ ഒന്നും ഉണ്ടാവാതെ പിന്നെ അവിടെ ഐസി ഒഴിഞ്ഞിടുന്നോണ്ടാടാ കൊച്ചിനെ പുലിരോളം അവിടെ കിടത്തിയത്. അയാൾ അവനെറി ചാടി. ഈ അപ്പൂപ്പൻ താടി ഇതെങ്ങനെ അറിഞ്ഞു? അവൻ അയാളെ മുഖമുയർത്തി നോക്കാതെ മനസ്സിൽ ചിന്തിച്ചു. ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നാവൂലേ? അയാൾ അവനെ നോക്കി പുച്ഛഭാഗത്തിൽ ചോദിച്ചു. അവൻ അയാളെ നോക്കി വിളിച്ചു കൊടുത്തു. എടാ നീയൊക്കെ ഒരു ദിവസം എത്ര തുള്ളി മൂത്രം ഒഴിച്ചു എന്ന് വരെ ചോർത്ത് തരാൻ എനിക്കിവിടെ ആൾക്കാരുണ്ട്. അപ്പോഴാ അവന്റെ ഒരു കോപ്പിൽ ഒരു ഒളിച്ചു കളി. അയാൾ അവനെ നോക്കി ചുണ്ടുകൂട്ടി പറഞ്ഞു. അവനതിനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അടുത്ത പേജ് മറിച്ചു. അവൻ വരട്ടെ നിന്റെ ഏട്ടൻ, അവനോടാ എനിക്ക് രണ്ട് പറയാനുള്ളത്. അയാൾ പറഞ്ഞുകൊണ്ട് ഊന്നുവടി ഊന്നി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. അവന്റെ ഒടുക്കത്തെ ഒരു ഒളിച്ചു വെക്കല് ഇന്നത്തോടെല്ലാം ഞാൻ നിർത്തിച്ചു കൊടുക്കുന്നുണ്ട്. അയാൾ പറഞ്ഞോടൊന്ന് മീശി വിരിച്ചു വെച്ചു. ഞാനപ്പോഴേ പറഞ്ഞ നിങ്ങൾക്ക് പാറക്കല്ല് പോലത്തെ നല്ല ഉറച്ച ഹൃദയ, അതങ്ങനെയൊന്നും പണി മുടക്കില്ലാന്ന്. പക്ഷെ നിങ്ങളുടെ ഉണ്ണിക്കുട്ടൻ കേട്ടില്ല. അങ്ങേരുടെ വിചാരം നിങ്ങളൊരു ദുർബലനാണെന്നാ. അങ്ങനെ കുറ്റം പറയാനൊക്കില്ല. മാസത്തിൽ ഒരു തവണയെങ്കിലും ആശുപത്രി വരാൻ എന്തെങ്കിലും വെറുതെ കയറിയിറങ്ങി നിങ്ങൾക്ക് അപ്പം നെഞ്ചുവേദന വരുമല്ലോ. അവനയാൾ അടപടലൊന്ന് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. കൊച്ചുമോനായി പോയി. ഇല്ലായിരുന്നെങ്കിൽ നീയൊക്കെ ചെയ്ത പോക്കിരത്തെ നിന്റെ ഒക്കെ കാവാല കുറ്റം തന്നിട്ട് ഞാൻ മറുപടി വരത്തുള്ളായിരുന്നു. അയാൾ അവന് നേർക്ക് കൈ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ വേഗം പുറകിലേക്ക് വലിഞ്ഞു. അങ്ങേര് വീണ്ടും തുടങ്ങി. ഞാൻ പോവാ. അവൻ അതവിടെ ഇട്ടുണ്ട് അകത്തേക്ക് നടന്നു. എടാ അവരെ എപ്പ എത്തുന്നാ പറഞ്ഞേ? കയ്യില് കുന്ത്രാണ്ടെന്തിനാ കൊണ്ടു നടക്കുന്നത്? നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങളിപ്പോ എടുക്കുന്ന മൂത്രത്തിന്റെ കണക്ക് വരെ നിങ്ങൾ ചോർത്തിരുന്ന ഒരു ചാരനെ പറ്റി. അങ്ങേരെ വിളിച്ചങ്ങ് ചോദിക്കും. അല്ല പിന്നെ. അവൻ തിരിഞ്ഞു നോക്കാതെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. ഒരു ഉറക്കം കഴിഞ്ഞ് ഒന്ന് ഞെരുങ്ങിയവൾ അനങ്ങാൻ കഴിയാത്ത വിധം ആ കിടക്കയിൽ അങ്ങനെ കിടന്നു. നെഞ്ചിൽ എന്തോ ഭാരം വന്ന് അമർന്ന പോലെ നീലിയൊന്ന് എറ്റി വിളിച്ചുകൊണ്ട് തന്നെ നെഞ്ചിലേക്ക് വലത് കൈ ചേർത്തു. പഞ്ഞി പോലെയുള്ള എന്തിലോ അവിടെ കൈ അമർന്നിരുന്നു. ആൾ കണ്ണുകൾ ചിമ്മി തുറന്ന് തന്നെ നെഞ്ചിലേക്ക് നോക്കി. തന്നെ ചുറ്റി വരിയാതെ ആ നെഞ്ചിൽ മുഖം ചേർത്ത് കമിഴ്ന്ന് കിടക്കുന്നവനെ കാണെ അവളുടെ കണ്ണുകളൊന്ന് വിടുന്നു. ആദ്യമായിട്ടാണ് അവനിൽ നിന്ന് ഇങ്ങനെയൊരു നീക്കം. അത് അവളുടെ കണ്ണുകൾ നന്നായി തന്നെ വിടർത്തി. ഇന്നലെ അവനെ ചുറ്റി പിടിച്ച് കിടന്ന കിടത്തത്തിൽ എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണതാണ്. പിന്നെ ഇപ്പോഴാണ് കണ്ണു തുറക്കുന്നത്. ആളുടെ നോട്ടം തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിലേക്ക് പോയി. ആള് തള്ളവരിൽ വായിലേക്ക് തിരികെക്കൊണ്ട് നല്ല ഉറക്കത്തിലാണ്. ആളുടെ നോട്ടം തന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് ഉറങ്ങുന്നതിലേക്ക് തിരികെ പോയി. നെറ്റി കടന്ന് വളർന്നിറങ്ങിയ മുടി ആകെ അലങ്കോലപ്പെട്ടി കിടക്കുന്നുണ്ട്. ആളുടെ കൈകൾ അതിനെ ഒന്ന് ഓമനിച്ചു. വ്രതാണെന്ന് പറഞ്ഞിട്ട് സിംഹരാജൻ കിടക്കുന്ന കിടത്തം നോക്ക്. ആൾ പയ്യെ പിറുവിരുത്തുകൊണ്ട് അവന്റെ മീശയൊന്ന് പിരിച്ചു വെച്ചു. അല്ലെങ്കിൽ ഈടായിട്ട് സിംഹത്തിന് ഇത്തിരി അളക്കം തട്ടിയിട്ടുണ്ട്. ഇപ്പൊ പഴയതോടെ അത്ര കണ്ട് കടിച്ചീറാന്ന് വരുന്നില്ല. ആകെ ഒരു മാറ്റം വന്ന പോലെ. ആൾ പറയുന്നതിനൊപ്പം അവന്റെ നീണ്ട മുടിയിലൂടെ വിരൽ കിടത്തി. പക്ഷെ എന്നോട് ചാടികടി മാത്രമേ നിന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരുടെ അത് കൂടിയാലേ ഉള്ളൂ. ആൾ ഇന്നലത്തെ അവന്റെ പ്രകടനമൊക്കെ പറഞ്ഞു. എന്തിനാ ഇത്ര ദേഷ്യം? നാൽപ്പാട് തമ്പുരാൻകുടിക്ക് ദേഷ്യം വന്ന കണ്ണുമൂക്കില്ലാന്ന് ആളുകൾ പറയുന്നത് വെറുതെ അല്ല. ആൾ തന്നെ തലയുടെ വശത്ത് വിശ്രമം കൊള്ളുന്ന അവന്റെ മുറി പറ്റിയ വലത് കൈയൊന്ന് ചുണ്ടോടി ചേർത്തുകൊണ്ട് പറഞ്ഞു. ദേഷ്യം വന്ന ആളുകൾ സ്വയം ഇങ്ങനെ വേദനിപ്പിച്ച് അത് തീർക്കുക? ആളും അവന്റെ കവിളിലേക്ക് കൈ ചേർത്ത് ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഇനി ചെയ്യില്ല. അവൻ കണ്ണുറക്കാതെ പറഞ്ഞുകൊണ്ട് മുഖാവുടെ മാറിൽ നിന്ന് കഴുത്തിലേക്ക് ഇഴച്ചു. അവന്റെ ആ പ്രവൃത്തിയും ആ അടഞ്ഞ ശബ്ദത്തിൽ അവൾ പാടെയൊന്ന് വിറച്ചു. നിമിഷ നേരം കൊണ്ട് ആ നെഞ്ചിരിപ്പ് ഉയർന്നു. അവന്റെ കവിളിൽ വിശ്രമം കൊണ്ടിരുന്ന വലതുകരം അവിടെ ഉറച്ചു പോയതുപോലെ അവൾക്ക് തോന്നി. നീലി. അവളുടെ അനക്കൊന്ന് കേൾക്കാതായതും അവൻ ഉറക്കച്ചടവോടെ അവളുടെ കഴുത്തിൽ മുഖമിട്ട് ഉരസിക്കൊണ്ട് വിളിച്ചു. തിരികെ ഒരു മോളിൽ പോലും അവന് മറുപടിയായി നൽകാൻ കഴിയാത്ത വിധം അവൾ അശക്തയായി. നീലി. അവൻ അവളുടെ തോളിലൂടെ ചുണ്ടിയലിപ്പിച്ചുകൊണ്ട് അവളെ വിളിച്ചതും അവളുടെ ശ്വാസഗതിയുടെ വേഗത കൂടി. ആളൊന്ന് വിറച്ചുകൊണ്ട് മൂളി. ഞാനിനി ചെയ്യില്ലാന്ന് അവൻ അവളുടെ ശക്തിയിൽ ഉയർന്നു താഴുന്ന മാറിലേക്ക് മുഖമിഴയ്ക്കുന്നിടയിൽ പറഞ്ഞു. ആൾ വിറച്ചുകൊണ്ടൊന്ന് മൂളുന്നതിനൊപ്പം അവന്റെ പുറം കഴുത്തിൽ പിടിച്ച് ആ മുഖം അവിടുന്ന് ഉയർത്താൻ ശ്രമിച്ചു. വെറുതെ വേണ്ടാത്ത പണിക്കാതെ എന്നെ ചേർത്ത് പിടിക്കടി പോത്ത്.
അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെഞ്ചിൽ അമർന്ന് കിടന്നു. ഇന്ദ്രേട്ടാ. ആൾ അവന്റെ പ്രവൃത്തികളിൽ തളർന്നെന്ന പോലെ അവനെ വിളിച്ചു. ചേർത്തു പിടിക്കടി. അവൻ അവളുടെ നെഞ്ചിന്റെ പിടച്ചിൽ ആവോളം ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞതും ആളുടെ കൈകൾ അറിയാതെ തന്നെ അവന്റെ കഴുത്തിലൂടെയും പുറത്തൂടെയുമായി ചുറ്റി വരിഞ്ഞു. മുറുക്കം തീരെ പോരാ. അവൻ ആ മാറിൽ മുഖമരിച്ചുകൊണ്ട് പറഞ്ഞു. വ്രതം മുറിയും. അത് മുറിയാൻ നോക്കാൻ എനിക്കറിയാം. അവൻ അവിടെ ഒരു കൈയെടുത്ത് തന്നെ തലമുടിയിലേക്ക് വെച്ചുകൊണ്ട് അവിടുന്ന് മുഖമുയർത്താതെ പറഞ്ഞു. തന്റെ മാറിൽ അറിയുന്ന അവന്റെ ശ്വാസച്ചൂടിലും ചുണ്ടുകളുടെ ചലനത്തിലും അവൾ നന്നേ വിവശയായി. നീ നിനക്ക് വേദനിക്കുന്നുണ്ടോ? ആൾ വിറച്ചുകൊണ്ട് ഇല്ല എന്ന പോലെ മൂളി. പേടി തോന്നുന്നുണ്ടോ? പിന്നെ എന്താണ് ഇതിങ്ങനെ ഇടിച്ചുപൊട്ടാറായതുപോലെ ഇടിച്ചുകൊണ്ടിരിക്കുന്നത്? അവനവളുടെ മാറിന് മുകളിൽ തൊട്ടില്ലെന്ന പോലെ കൈയഴിച്ചുകൊണ്ട് ചോദിച്ചതും അവളുടെ ഹൃദയവും ശരീരവും ഒരുപോലെ വിറച്ചു തുള്ളി. ഇങ്ങനെയൊന്നും ചെയ്തൂടെ ഇന്ദ്രേട്ടാ? ആൾ അവന്റെ കൈ പിടിച്ചെടുത്തുകൊണ്ട് തളർച്ചയോടെ പറഞ്ഞതും അവൻ അവളിൽ നിന്ന് വിട്ടകന്നുകൊണ്ട് എഴുന്നേൽക്കാൻ ഒരുങ്ങി. പെട്ടെന്നുള്ള അവന്റെ നീക്കത്തിൽ അവൾ നന്നായി തന്നെ ഒന്ന് പതറി. അവൻ തന്നോട് പിണങ്ങി പോവുകയാണെന്ന് കരുതിയവൾ അവന് വീണ്ടും തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. എന്തിനാ എന്നോട് ഇങ്ങനെ പിണങ്ങി പോണേ? ഞാൻ വ്രതം തെറ്റൊന്ന് പേടിച്ചിട്ടല്ലേ അങ്ങനെ പറഞ്ഞേ? ആൾക്ക് ഇതപ്പാറ്റിക്കൊണ്ട് അവനോട് തിരക്കി. ഇങ്ങനെ ഇടുന്നാരാ എന്റെ വ്രതം തെറ്റുന്നത്? അവനവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം തിരികെക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടത് അവളുടെ കവിളുകൾ ചുവപ്പ് രാശി കടങ്ങുണ്ട്. കൈകൾ അവന് ചുറ്റി വരിഞ്ഞ് തന്നോട് അടക്കി പിടിച്ചു. ഇങ്ങനെ പിടച്ച നിന്റെ ഹൃദയത്തിന് പെടക്കാൻ മാത്രമേ നേരം കാണൂ. അവൻ പറഞ്ഞതും അവളുടെ കവിളുകൾ കൂടുതൽ അരുണാഭമാർന്നതായി. രാവിലെ ഞാൻ എഴുന്നേക്കാൻ വയ്യ. നീ എന്നെ എഴുന്നേൽപ്പിക്കണം കേട്ടോ. എന്നാ ഉറങ്ങിക്കോ. ഇനി ആങ്കാരനെ ഉറക്കം മുറിയണ്ട. അവൻ പറഞ്ഞുകൊണ്ട് തന്റെ കണ്ണുകൾ അടച്ചു. രാത്രിയുടെ ഏതോ യാമത്തിൽ അയാളുടെ അടഞ്ഞ കണ്ണുകൾക്ക് മുമ്പിൽ അവളുടെ മുഖം തെളിഞ്ഞു വന്നു. ആളുടെ പുഞ്ചിരി തോവുന്ന മുഖം മിഴികളെ കീഴ്പ്പെടുത്തവേ അയാളുടെ അയഞ്ഞ മുഖം നിമിഷ നേരം കൊണ്ട് മുറുകി. നെറ്റിയിൽ വരകൾ പ്രത്യക്ഷമായി. ബെഡിൽ വിശ്രമം കൊണ്ടിരുന്ന കൈകൾ നിമിഷ നേരം കൊണ്ട് മുറുകി. ശ്വാസഗതിയേറി. ദേദി. അയാളുടെ ചുണ്ടുകൾ അവിടെ നാമം ഉരുവിട്ടു. അനന്തേട്ടാ. അവളുടെ മധുരമൂർന്ന സ്വര അയാളുടെ കാതുകൾ ഉണർത്തി. ഞാൻ പറഞ്ഞല്ലേ അനന്തേട്ടാ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന്. എന്നിട്ട് എന്തെന്നെ ചതിച്ചു? എന്തിനെ എന്നെ കൊന്നു? തേദിക്ക് നൊന്തില്ലേ അനന്തേട്ടാ? ഞാനിവിടെ ഒറ്റക്കായില്ലേ? എനിക്കിവിടെ പേടി തോന്നുന്നു അനന്തേട്ടാ. ഞാനിവിടെ തനിച്ചായി പോയി. ആളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അയാളുടെ മുന്നോട്ടുള്ള നിദ്രയ്ക്ക് ഭംഗം വരുത്തിക്കൊണ്ട് കടന്നു വന്നു. അയാൾ കൂടുതൽ അസ്വസ്ഥനായി. ദേദി മോളെ. അയാൾ ഉറക്കത്തിൽ പുറമ്പിക്കൊണ്ടിരുന്നു. എനിക്കിവിടെ പേടിയാവും അനന്തേട്ടാ, ഞാനിവിടെ ഒറ്റക്കാ. ആളുടെ ഭയം നിറച്ചുകൊണ്ടുള്ള സ്വരം കേട്ടതും അയാൾ കണ്ണു തുറക്കാത്ത ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചുകൊണ്ടിരുന്നു. എനിക്കിവിടെ ഒറ്റക്ക് പറ്റുന്നില്ല അനന്തേട്ടാ, എനിക്കിവിടെ പേടിയാവുക. ആളുടെ ദയനീയം നിറഞ്ഞ സ്വരം പെട്ടെന്നാണ് ഭയാനകമായി തീർന്നു. അതുവരെ അയാൾക്ക് മുമ്പിൽ നിറഞ്ഞ കണ്ണുകളോടെ നിന്നവളുടെ കണ്ണുകൾ രക്തവർണമായി മാറി. മുഖം ഒരു രക്തരക്ഷസിന്റേതെന്ന പോലെ കോപം കൊണ്ട് കത്തിയൊലിച്ചു. എന്തിനാ നീ എന്നെ കൊന്നാനെന്തേട്ടാ? ആളുടെ മുരൾച്ച കാതുകളെ പുണരവേ അയാൾ പെട്ടെന്ന് കിടക്ക വിട്ട് ചാടി എഴുന്നേറ്റിരുന്നു. അയാൾ തുറിച്ച കണ്ണുകളോടെ കുറച്ചേരം കട്ടിലേക്ക് ചാരിയിരുന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കിതപ്പാറ്റി. അയാൾക്ക് മുന്നിൽ അവളുടെ മുഖം വീണ്ടും തെളിഞ്ഞു വന്നു. ഇടയ്ക്കിടക്ക് ആ മുഖം അയാളുടെ ഉറക്കം കെടുത്താറുള്ള പതിവാണെങ്കിലും അത് ഇത്ര ഭീകരമായി മാറിയത് ഇതാദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ആ മുഖം ഇത്ര ഭീകരമായ രീതിയിൽ തനിക്കുമ്പിൽ വെളിവായിട്ടില്ല. അയാൾ ഓർത്തു. ഒരു നിമിഷം അനന്തരം കണ്ട സ്വപ്നത്തിന്റെ നടക്കത്തിൽ അങ്ങനെ അനങ്ങാൻ കഴിയാതെ ഇരുന്നു പോയി. ഒരിക്കലും അവളെ ഒന്ന് നുള്ളി പോലും നോവിക്കണമെന്ന ചിന്ത തന്നിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ താൻ പോലും അറിയാതെ അവളെ തന്റെ ശത്രുപക്ഷത്തേക്ക് പറിച്ചെടുക്കുകയായിരുന്നു തനിക്ക് ചുറ്റിനുമുള്ളവർ. അതിൽ മുൻപന്തിയിൽ നിന്നിരുന്ന് സ്വന്തം അച്ഛനും. തെളിനീര് പോലെ തെളിഞ്ഞിടുന്ന മനസ്സിലേക്ക് അയാളുടെ വിഷമുരണ്ട വാക്കുകൾ എത്ര പെട്ടെന്നാണ് കലക്കി മറിച്ചത്. ഒരുപക്ഷെ അങ്ങനെയൊന്നും നടന്നില്ലായിരുന്നുവെങ്കിൽ അവൾ തനിക്കൊപ്പം ഇവിടെ ഉണ്ടാകുമായിരുന്നു. അയാൾ അങ്ങേയറ്റ ഹൃദയഭാരത്തോട് ഓർത്തു. എന്ത് പ്രതിസന്ധി തരണം ചെയ്തിട്ടാണെങ്കിലും അവൾ താൻ സ്വന്തമാക്കുമായിരുന്നു. അയാൾക്ക് കഴിഞ്ഞുപോയ ഓരോന്ന് ഓർക്കുന്തോറും ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. ചുറ്റിനുമുള്ള എല്ലാത്തിനോടും അയാൾക്ക് അതിയായ വെറുപ്പ് തോന്നി. ഇന്നും അവളാണ് സ്വപ്നത്തില്. അടുത്തുനിന്ന് കേട്ട സ്ത്രീ ശബ്ദമാണ് അയാളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. അയാൾ തലയിരിച്ച് അവരെ നോക്കി. കുറച്ചു ദിവസമായിട്ട് ഇത് കാണാതായപ്പോ ഞാൻ കരുതി അവളിവിടുന്ന് പടിയിറങ്ങിപ്പോയെന്ന്. അവരയാളുടെ നഗ്നമാർ നെഞ്ചിലൂടെ കൈയഴിച്ചുകൊണ്ട് പറഞ്ഞു. അതിനവള് നിന്നെ പോലൊരു വേശ്യല്ല. ആനന്ദൻ തന്നെ നെഞ്ചിലൂടെ എഴുതുന്ന കൈ കുടഞ്ഞെറിഞ്ഞോണ്ട് പറഞ്ഞു. അവരുടെ മുഖമൊന്ന് ഇരുണ്ടു. ഈ ആനന്ദന്റെ നെഞ്ചിലും മരിക്കോളം അവളെ ഒറ്റ ഒരുത്തിക്ക് സ്ഥാനമുള്ളൂ. അത് നിന്നെപ്പോലും ഒരുത്തിയുടെ കൂടെ കിടക്ക പങ്കിട്ടെന്ന് കരുതി മാറാനൊന്നും പോകുന്നില്ല. അയാൾ അവരെ നോക്കി അങ്ങേയറ്റം പുച്ഛ നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അതെ, ഈ കഴിഞ്ഞ കാലത്ത് ഈ വേശ്യയുടെ കൂടെ കുത്തിമറിഞ്ഞിട്ടാ അത് പ്രകടിപ്പിക്കുന്നതെന്ന് മാത്രം. ആര് തന്റെ അഴിഞ്ഞുളഞ്ഞ മുടി കെട്ടിവെച്ചുകൊണ്ട് അയാളെ നോക്കിയെന്ന് ചുണ്ടുകൂട്ടി പറഞ്ഞു.
നീ കൂടുതൽ ചിലക്കണ്ട. എന്നെ സംബന്ധിച്ച് നീ എനിക്ക് എന്റെ കാമം തീർക്കാനുള്ള വേറൊരു ഉപകരണം മാത്ര. നീ നിന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഞാൻ നിന്റെ അടുത്ത് തന്നെ വരുന്നത്. അല്ലാതെ നിന്നോടുള്ള ഒടുക്കത്തെ മോഹം കൊണ്ടാണ് നിനക്ക് വല്ല ധാരണയുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേക്ക്. നാൽപ്പാട്ട ആനന്ദരം മോഹിപ്പിക്കുന്നൊന്നും നിന്നിലില്ല. നിന്നിലും മാത്രമല്ല, ഞാൻ കിടന്നുള്ളുവല്ല, ആരിലും അതില്ല. അയാൾ അവരെ നോക്കി ധാഷ്ട്യം നിറഞ്ഞൊരു ഭാഗത്തിൽ പറഞ്ഞു. അവരുടെ മുഖം നന്ദി ഇരുണ്ടുപോയിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാൻ വേണ്ടി ഒന്നിനെ എല്ലാവരും കൂടി നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് തന്നിട്ടില്ലേ? അവൾക്കടുത്ത് ഇതൊന്നും നടക്കാത്തതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെ വ്യഭിചരിച്ച് നടക്കുന്നു. അല്ലെങ്കിലും താലിയിട്ട് ഇവിടെ കൂടെ കിടന്നല്ലോ തമ്പുരാക്കന്മാരുടെ ശീലം. അതിന് ഞങ്ങൾ വേശ്യകൾ തന്നെ വേണം. അതിപ്പോ കെട്ടിയെന്ന് അന്തകയാണെങ്കിലും തീയതി. ആൾ പറഞ്ഞു പൂർത്തീകരിക്കുന്നതിന് മുന്നേ അവരുടെ കരണം പോഞ്ഞിരുന്നു. അവൾ അടികൊണ്ട് പോഞ്ഞ കവിളിൽ കൈ ചേർത്തുകൊണ്ട് അയാൾ അമർഷത്തോടെ നോക്കി. നിന്റെ ഈ പുഴുത്ത് ചീഞ്ഞ നാവ് കൊണ്ട് അവിടെ ഉച്ചരിക്കാൻ നിനക്ക് ആരടി അനുവാദം തന്ന്? അയാൾ കനലിയുന്ന കണ്ണുകളോടെ അവർക്ക് നേരെ തന്നെ ശബ്ദം ഉയർത്തി. ഒരു വേശ്യായ നിന്നെ അവളെ ഒരേ ത്രാസിൽ തൂക്കാൻ നിനക്ക് ആരടി അനുവാദം തന്ന്? അയാൾ അവരെ നോക്കി മുരണ്ടു. അഴുക്ക് ചാലി കിടക്കുന്ന സ്വർണ്ണ മത്സ്യാണെന്ന് പറഞ്ഞാലും ആരും അതിനെ ഭക്ഷിക്കാൻ തയ്യാറാവില്ല. കാരണം എന്താണെന്നറിയാം നിനക്ക്? കുറച്ചെങ്കിൽ കുറച്ചു നേരം ആരും അഴുക്ക വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ താല്പര്യം കാണിക്കില്ല. അതിപ്പോ അതിനകത്ത് കിടക്കുന്ന എത്ര വില പിടിപ്പുള്ള മത്സ്യാണെങ്കിൽ പോലും. അയാൾ തന്നെ പകേരിയുന്ന കണ്ണുകളോട് നോക്കി നിൽക്കുന്നവരോടായി പറഞ്ഞു. പിന്നെ ഞാനിവിടെ കെട്ടിയെടുക്കുന്നത് ഞാൻ സ്വയം ഒരു അഴുക്കിച്ച ആയതുകൊണ്ടാ. നിന്റെ ഒക്കെ കൂടെ കുത്തിമറിയാൻ തുടങ്ങിയ നാള് തൊട്ട് ഞാനും ഈ അഴുക്കിച്ചാലിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. ഇനി എത്രയൊക്കെ സ്വയം ശുദ്ധി വരുത്തി എന്ന് പറഞ്ഞാലും എന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വിട്ടുമാറാൻ പോകുന്നില്ല. അയാൾ സ്വയം പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന ഷർട്ടിൽ നിന്ന് ഒരു കെട്ട് നോട്ടെടുത്ത് അവിടെ മുഖത്തേക്ക് എറിഞ്ഞുകൊണ്ട് അവിടുന്ന് നടന്നു നീങ്ങി. എന്താളാ സ്ഥിരപ്പെട്ടി? ഇത്ര നേരമായിട്ടും പിള്ളേരെ കാണുന്നില്ലല്ലോ. ചന്ദ്രാസൻ ഉമ്മർത്ത് നിന്നുകൊണ്ട് കുട്ടിച്ച് അങ്ങനെ പട്ടുവിട്ടിട്ട് കൊടുക്കുന്ന രുദ്രൻ നോക്കി ചോദിച്ചു. അവരിങ്ങ് വന്നോളിന്റെ ആസന. നിങ്ങളിങ്ങനെ വരികിനെ പോലെ പായാതെ എവിടെയെങ്കിലും മൂടുറപ്പിക്കുക. ആൻ കുട്ടിച്ചങ്ങനെയുള്ള പനമ്പെട്ട ഓരോന്ന് അവനരിയിലേക്ക് ഇട്ടെടുത്തോണ്ട് പറഞ്ഞു. ഇന്നലെ വരൂന്ന് പറഞ്ഞവരാ, എന്നിട്ടിപ്പോ നേരത്തെയായിട്ട് അവരെ കാണുന്നില്ല. അയാൾ പയ്യെ പയ്യെ ഓരോ പടികളായി ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. അത് ഇന്നലെ എടുത്തിക്കൊന്ന് താളിറങ്ങിയോണ്ടല്ലേ ഡോക്ടർ ഒരു ദിവസം കൂടെ അവിടെ പിടിച്ചു വെച്ച്. ഇല്ലാച്ച അവർ ഇന്നലെ തന്നെ വന്നേനെ. ആൻ പറഞ്ഞുകൊണ്ട് തന്നെ പണി തുടർന്നു. ആ രാഹു എന്തിയടാ? ആ കാണാനെ ഇപ്പൊ ഇങ്ങോട്ട് കാണാറില്ലല്ലോ. അയാൾ ഉമ്മറപ്പടിയിൽ നിന്നോട് ചോദിച്ചു. ആഹാ, അപ്പൊ ചാരനൊന്നും പറഞ്ഞില്ലേ? അങ്ങേരിപ്പോ കനാലു സന്ദർശനവും ക്ഷേത്ര ദർശനമൊക്കെ നിർത്തിവെച്ച് പട്ടിപ്പണിയെടുക്കുക. പട്ടിപ്പണിയോ? എന്തോന്നാടാ ഈ പട്ടിപ്പണി? ഇത്ര നാളെ ഏട്ടന് മുണ്ടുണ്ടാക്കി നടന്നാലേ കാര്യമായിട്ടുള്ള ജോലി എടുപ്പൊന്നുണ്ടായിരുന്നില്ലല്ലോ. കനാലുകളിൽ നിന്ന് അമ്പലത്തിലേക്കും അമ്പലത്തിൽ നിന്ന് പുഴക്കരയിലേക്കും പൊന്തകളിലേക്കും പോയി കുളിസിയും കാണാനുള്ള നെട്ടോട്ടത്തിലായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ അതല്ല അവസ്ഥ. ഏട്ടനിപ്പോ ഫുൾ ടൈം എടുത്തിക്കൊപ്പായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങേരുടെ പെടലേക്കായി. കനാല് പോയിട്ട് കാലൊന്നും നിലത്തുറപ്പിക്കാനുള്ള സമയം പോലും പാകത്തിനുമ്പോ കിട്ടുന്നില്ലെന്നാ പറയുന്നത്. രുദ്രൻ കഴിഞ്ഞ ദിവസത്തെ രാഹുവിന്റെ പരാതി പറച്ചിലിന്റെ ഓർമ്മയിലൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, അത് നന്നായി. അങ്ങനെയെങ്കിലും അവന്റെ കോഴിത്തരത്തിനൊന്ന് അറുതി വരുമല്ലോ. ഓ, ആരെയും പറയണേ? നിങ്ങളെ കോഴി വസന്ത അതുപോലെ അവന് പറഞ്ഞു കിട്ടിയിട്ടുണ്ടെന്ന് ഏട്ടനും അമ്മാവനും പറയാറ്. നിങ്ങൾ ചാത്തൻ കോഴിയാണെങ്കിൽ അവൻ കച്ചൻ കോഴി. അത്രയേ ഉള്ളൂ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. രുദ്രന്ന് ചുണ്ടോട്ടി പറഞ്ഞുകൊണ്ട് കൊടുത്തിരുന്ന മുണ്ടൊന്ന് മടക്കി കുത്തി. എടാ കൊച്ചെറുക്ക, നിങ്ങൾ രണ്ട് കോശവന്മാർ എനിക്ക് കൊച്ചുമക്കളായിട്ടുണ്ടായിട്ടും എന്റെ ഏതെങ്കിലും ഒരു കഴിവ് നിനക്കൊക്കെ കിട്ടിയിട്ടുണ്ടോടാ? ആ ഉണ്ടല്ലോ. അവൻ പെട്ടെന്ന് പറഞ്ഞു. എന്തോന്ന് ഈ ചോറി വർത്താനോ? അതുമാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെപ്പോലെ തന്നെ സരസ്വതി കടാക്ഷയില്ലാത്ത പാഴ്മരങ്ങളായില്ലേ? എന്താ ചെറിയ കാര്യമാണോ? അവനയാളെ നോക്കി കാര്യഭാഗത്തിൽ തിരക്കി. അത് കേൾക്കിയ ചന്ദ്രാസ രുദ്രൻ നോക്കി പല്ലടിച്ചു. അതുമാത്രോ, നിങ്ങളുടെ ഈ ഒടുക്കത്തെ പുച്ചവും നാവിന് ഗുളികം കയറിയുള്ള വർത്താനം എല്ലാം ഒന്നും വിടാതെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? അവന് താളത്തിലാളെ നോക്കി ചോദിച്ചു. നിന്റെ അച്ഛനാടാ പാഴ്മരം, അച്ഛൻ. അയാൾ അവന് നേരെ ചീറി. എടാ ഇസ്തിരിപ്പെട്ടി, നിന്നെ നിന്റെ ഏട്ടനെ ഈ കഴിഞ്ഞ കാലം കൊണ്ട് വളർത്തി വലുതാക്കി നല്ല കാതിലുള്ള തടിയാക്കി മാറ്റിയതേ എന്റെ നെഞ്ചത്ത് വന്തൽ കെട്ടാനല്ല, അവന്റെ കോപ്പിലൊരു. ഞാനൊന്നും പറയുന്നില്ല. പൊന്നെ തേരെന്ന് വിളിച്ചത് എന്നെയൊക്കെ കൊഞ്ചിച്ചേർന്നതിന് എനിക്ക് ഇത് തന്നെ കിട്ടണം. എന്റെ സ്വന്തം മക്കളെ പോലും ഞാൻ ഇതുപോലെ കൊഞ്ചിച്ചിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മാവും കൊച്ചനോട് ചോദിച്ചു നോക്കടാ. എന്നിട്ടിപ്പോ ഞാൻ നിനക്കൊക്കെ പാഴല്ലടാ മാൽഗോവ തലയാ. നീയൊക്കെ ഒക്കത്തിരുന്ന് മൂത്രമൊഴിച്ചതിന്റെ പാട് ഇപ്പോഴും എന്റെ ഇവിടെ ഉണ്ട്. കാണണോ നിനക്ക്? അയ്യോ ചേ, ഞാനൊരു തമാശ പറഞ്ഞാൽ എന്റെ ആസന നിങ്ങ അപ്പോഴേക്കും സീരിയസ് ആയിട്ട് എടുത്താ. അവനെ അയാൾ താടിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് തിരക്കി. മാറി നിൽക്കട അക്കരെ പച്ചേ. ബേഡാല വർത്താനം പറഞ്ഞിട്ട് അവന്റെ ഒരു കോപ്പിലെ പുഞ്ഞാരം.
അയാൾ അവന്റെ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് പറയലും നാഥന്റെ വണ്ടി പടിപ്പുര കടന്ന് വരലും ഒന്നിച്ചായിരുന്നു. ആ നിങ്ങളുടെ ഉണ്ണിക്കിടാവന്നല്ല രുദ്ര പറഞ്ഞുകൊണ്ട് അവന്റെ വണ്ടിക്കരികിലേക്ക് നീങ്ങി. നോക്കി ഇറങ്ങടി കുഞ്ഞമണി, നാഥൻ പറഞ്ഞുകൊണ്ട് അവൾക്കരികിലേക്ക് ആകുലതയോടെ വന്നു. നിങ്ങളെന്താ വൈകിയത്? രുദ്രൻ ചോദിക്കുന്നതിനൊപ്പം വണ്ടിയിലിരുന്ന സാധനങ്ങൾ ഓരോന്നായി കയ്യിലേക്ക് എടുത്തു. ഡോക്ടർ വരാൻ ഇത്തിരി വൈകി. എങ്ങനെയുണ്ട് മോളെ? ചന്ദ്രാസൻ അവൾക്കടുത്തേക്ക് നീങ്ങിക്കൊണ്ട് അവളുടെ നെറുകിൽ തലകൂടിക്കൊണ്ട് ചോദിച്ചു. കാരണം ഉദ്ദേശ ആൾ പറഞ്ഞുകൊണ്ട് അയാളെ നോക്കി മനോഹരമായ ഒരു പുഞ്ചിരിയായി മാറി. അല്ല, നിന്നോട് ഞാൻ ആ ഫിനാൻസിലേക്ക് ചെല്ലാൻ പറ്റും, നീ ഇവിടെ എന്ത് ചെയ്യാടാ? നാഥൻ സാധനങ്ങൾ ഓരോന്ന് ഉമ്മറക്കോലയിലേക്ക് എടുത്തു വെക്കുന്നവരെ നോക്കി ചോദിച്ചു. അത് ഞാൻ പോവാനായിട്ട് ഇറങ്ങിയായിരുന്നു. അപ്പോഴാ കുട്ടിച്ചങ്ങനെ പട്ട കൊടുത്തില്ലല്ലോ എന്ന് കാര്യം ഓർത്തു. പട്ട എന്നിട്ട് പട്ട കൊടുത്ത് കഴിഞ്ഞോ? പട്ട കൊടുത്ത് കഴിഞ്ഞു, പക്ഷെ അടുപ്പത്ത് അരി ഇട്ടിട്ടില്ല. എന്നാ വേഗം അരി കഴുകിട്ടിട്ട് പോളാ, മേഘന അവർ നോക്കി പറഞ്ഞു. അയ്യോ, അത് കഴിഞ്ഞ് ഉടനെ ഒന്ന് അമ്പലം വരെ പോണം. എന്തിന്? നിന്നെ അവിടെ പ്രതിഷ്ഠിക്കാനോ? അല്ല, ഉത്സവമൊക്കെ അല്ലേ. അപ്പോ എന്താ ഈ പ്രാവശ്യം കൊടിമരത്തിന് പകരം നിന്നെ കുത്തിയിറക്കണോ മറ്റോ തിരുമേനി പറഞ്ഞായിരുന്നോ? മേഘന അവനെ നേർക്ക് പുച്ഛമാരി ഉതറിക്കൊണ്ട് ചോദിച്ചു. ഇങ്ങനെ പണിയെടുക്കാതെ ചെയ്യാൻ സമ്മതിക്കില്ല. വിയർപ്പിന്റെ അസുഖങ്ങളോട് പണിയെടുക്കാനും വയ്യ, എന്റെ ദൈവമേ. രുദ്ര മേഘനം തറപ്പിച്ചു കൊണ്ട് മുണുകൊടുത്തു. ദേഹോപ്പേ, ഞാനൊരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം. എപ്പോഴത്തെയും പോലെ എന്റെ മൂട് നായി നടക്കാത്ത പോലെ ചിന്തയും മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ അതങ്ങ് മായിച്ചു കളഞ്ഞേക്ക്. എന്നിട്ട് വേഗം നല്ലൊരു കുട്ടിയായിട്ട് ബാഗ് തൂക്കി അങ്ങ് ഇറങ്ങിയേക്ക്. ഇല്ലെങ്കിൽ പൊന്നു മോനെ രുദ്ര, നിന്റെ തലയിൽ ഞാൻ തീടും. പറഞ്ഞില്ലാന്ന് വേണ്ട. മേഘ രുദ്ര നോക്കി കാര്യഭാഗത്തിൽ പറഞ്ഞുകൊണ്ട് അവിടെ അവളെ ചേർത്ത് പിടിച്ച് മുന്നിലേക്ക് നടന്നു. ഇവിടെ നിന്ന് കളം വരച്ചാൽ മതി, ബാക്കി അവരകത്തോട്ട് കയറിയിട്ടു. ചന്ദ്രാസൻ പുച്ഛഭാഗത്തിൽ പറഞ്ഞു. മനുഷ്യൻ ഇവിടെ ഭ്രാന്തി എടുത്ത് നിൽക്കുമ്പോഴാ കിളവന്റെ ഒരു ഓഞ്ഞ തമാശ. അവൻ മുറുമുറുത്തോണ്ട് അകത്തേക്ക് നടന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ടെന്ന്. അപ്പൊ നിനക്ക് പുല്ലുവല. ഇപ്പൊ അവൻ തളർത്തി കിടത്തിയപ്പോ നിനക്ക് സമാധാനം കാണുമല്ലേ? ആയുർവേദ ആശുപത്രിയുടെ ബെഡിൽ നീണ്ടു നിവർന്ന് നടക്കുന്ന ചിത്തുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ അവിടെ കിടന്നൊരു കസേര വലിച്ചിട്ടിരുന്നു. നീ ഇങ്ങനെ നോക്കണ്ട. കഴിഞ്ഞ തവണ ഫോൺ വിളിച്ചപ്പോ എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു. അവനെ ഒലറ്റിയെന്നോ അവളെ കടത്തുന്നോ അങ്ങനെ എന്തൊക്കെയോ വെച്ച് കാച്ചിരുന്നല്ലോ. എന്നിട്ടിപ്പോ എന്തേ, നിനക്ക് പൊന്തുന്നില്ലേ? അവനൊരു പുച്ഛം നിറഞ്ഞ ചിരിയോടെ ചിത്തുവിനെ നോക്കി ചോദിച്ചു. അവന്റെ കോപ്പിലും അവൻ പല്ലടിച്ച് തന്നെ അരിച്ചു തീർത്തു. ഞാൻ നിന്നോട് പറഞ്ഞല്ലേടാ കോപ്പേ, വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടെന്ന്. അപ്പൊ അവന്റെ ഒടുക്കത്തെ ഒരു ശബദം ഇന്ദ്രന്റെ പൂ കണ്ടിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുക്ക് പോലും. എന്നിട്ടിപ്പോ എന്തായി? സ്വന്തം പുക കാണേണ്ട അവസ്ഥയായി. അവൻ ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞെല്ലാം കേട്ട് ഒരക്ഷരം പോലും ഉരിയാടാതെ അവന് നോക്കിക്കിടക്കുന്നതിന്റെ മിഴികൾ പതിവിലും കൂടുതൽ എരിഞ്ഞു. എടാ, കളിക്കുമ്പോ ആളറിഞ്ഞ് കളിക്കണമെന്ന് പണ്ടുള്ളവർ പറയുന്ന വെറുതെ അല്ല. ഇല്ലെങ്കിൽ ദേ ഇതുപോലെ എല്ലു നുറിക്കൊന്ന് അനങ്ങാൻ പോലും കഴിയാതെ ഇങ്ങനെ കിടക്കേണ്ടി വരും. നീ എന്ത് വിചാരിച്ചടാ? നിന്റെ ബാങ്കിലുള്ള ഇച്ചിമൂച്ചി പിള്ളേരെ പോലെയാണ് എല്ലാവരും എന്നോ? നീ ചെയ്ത തന്തയില്ലായ്മ നിന്നെ ജീവനോടെ ചിതയിലേക്ക് എടുത്തില്ലല്ലോ എന്നൊരു സമാധാനിച്ചോ? ഒരു കണക്കിന് ഇങ്ങനെ കിടക്കുന്നതിന് ഭേദം അതായിരുന്നു. ഇപ്പൊ എന്തായാലും തള്ളയുടെയും മോന്റെയും ക്രിമിയുടെയും മാറിക്കിട്ടില്ലേ? ഇനി ആ ജീവനാന്ത ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ കിടന്നിരുന്നും കാലം കഴിക്കാം. അവൻ അവിടെയുള്ള മറ്റൊരു കട്ടിൽ തങ്ങൾ നോക്കി കിടക്കുന്ന അന്തയ്ക്ക് നോക്കി പറഞ്ഞു. അവരവനെ ഒന്ന് കനപ്പിച്ച് നോക്കി. ഇവനാ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന് ഇങ്ങനെ ആവാനുള്ള ഏക കാരണം നിങ്ങളാ. നിങ്ങളുടെ ഉള്ളിലെ വിഷം അതുപോലെ അവനിൽ കുത്തിനിറച്ചത് നിങ്ങളാ. എന്നിട്ട് അവരെയും നിങ്ങളെപ്പോലെ ഒരു വിഷവത്താക്കി മാറ്റി. ഏതമ്മമാര് ചെയ്യും അങ്ങനെ? സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഈ കഴിഞ്ഞ കാലത്രയും നിങ്ങൾ അവനെ ഉപയോഗിക്കായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് സമാധാനം കാണുമല്ലേ? നിങ്ങൾ ചത്തുമലച്ച് കിടന്നാ ഒരു കൊള്ളി വെക്കാൻ പോലും ഇനി അവൻ കൊണ്ട് ആവില്ല. ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ? മോൻ ഇനിയുള്ള കാലം മുഴുവൻ കട്ടിലിങ്ങനെ കിടന്ന് കാലം കഴിക്കാത്രേ. അവൻ അവർക്ക് നേരെ കത്തിക്കേറി. എന്റെ മോന്റെ കാര്യം നോക്കി എനിക്കറിയാം. അതിന് എനിക്ക് ഒരുത്തനെയും സഹായം വേണ്ട. അവരവനെ നോക്കി ധാർഷ്ട്യം നിറഞ്ഞ സ്ഥലത്തിൽ പറഞ്ഞു. എത്ര കാലം നിങ്ങൾ അവരിങ്ങനെ നോക്കിയിരിക്കും? നിങ്ങൾക്ക് ഉயிருള്ള കാലത്തോളം. അപ്പൊ അത് കഴിഞ്ഞ് അവൻ എന്ത് ചെയ്യും? എനിക്ക് ജീവനുള്ള കാലത്തോളം അവൻ ജീവിച്ചാൽ മതി ഞാനങ്ങ് വിചാരിക്കും. അല്ലാതെ ആരുടെയും കടാക്ഷം കാത്തി കിടക്കേണ്ട ഗതികൊന്നും എന്റെ കുഞ്ഞിനില്ല. അല്ലെങ്കിൽ അവനെ ജനിപ്പിച്ച് എനിക്കറിയാം എന്ത് വേണമെന്ന്. അവരവന് നേർ കുറച്ച് ശബ്ദത്തിൽ പറഞ്ഞു. അവരുടെ ആ വാക്കുകൾ കേട്ട് അവനും ചിത്തു ഒരുപോലെ ഞെട്ടി. കേട്ടല്ലോ, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഇവരുടെ മനസ്സിലിപ്പ്? പച്ചക്ക് പറഞ്ഞാൽ നീ അവർക്ക് അവരുടെ പക തീർക്കാനുള്ള ഒരു മാധ്യമം മാത്രമായിരുന്നു. എടാ, സ്വന്തം തള്ളയാണെങ്കിലും അത് പറയുന്നെല്ലാം തൊണ്ടോടാ വിഴുങ്ങി ഇതുപോലെ തലയും വാലാട്ടി നടക്കുമ്പോ അറിയില്ല ഇതിന്റെയൊക്കെ മനസ്സിലിപ്പ് എന്താന്ന്. ഇപ്പൊ നീ ഒന്ന് വീണിരുന്നപ്പോ അവരുടെ വായി തോന്നുന്ന കേട്ടോ. അവൻ ചിത്തുവിന് നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് ചോദിച്ചു. നിർവികാരമാർന്നൊരു നോട്ടം മാത്രമായിരുന്നു അവന് മറുപടിയായി കിട്ടിയത്. ഒരു നിമിഷം അവന്റെ ആ നോട്ടം അതുവരെ കത്തിയുന്നവരെ ദേഷ്യം തണുപ്പിച്ചു. ഒരിക്കലൊരു സുഹൃത്തെ എന്ന നിലയിൽ താൻ അവന്റെ ഒരു കാര്യത്തിൽ ഇടപെടാൻ പോയിട്ടില്ല. അതിന് പ്രധാന കാരണം അവന്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീയാണ്. അവരൊറ്റ ഒരാളാണ് അവനിങ്ങനെയാക്കി തീർത്ത്. ഒരുപക്ഷെ ഇവർക്ക് പകരം മറ്റാരെങ്കിലും ആയിരുന്നു അവന്റെ അമ്മയുടെ സ്ഥാനത്തെങ്കിൽ ഒരിക്കലും അവൻ ഈ വിധം നശിപ്പോയില്ലായിരുന്നെന്ന് അവൻ ഓർത്തു. എനിക്കിനി കൂടുതലൊന്നും നിന്നോട് പറയാനുള്ള ചിത്തു. നിനക്ക് മുന്നിൽ 2 വഴികളാണ് ഉള്ളത്. അതിൽ ആദ്യത്തേതാണ് നീ തിരഞ്ഞെടുക്കുന്നെങ്കിൽ ഇനിയുള്ള യാത്രയിൽ നിന്റെ വഴികാട്ടിയായി ഞാൻ കൂടെ ഉണ്ടാവും. ഇനി രണ്ടാമത്തെയാണ് നീ തിരഞ്ഞെടുക്കുന്നെങ്കിൽ അതിൽ നിനക്ക് കൂട്ടായിട്ടെത്തുന്ന ഇവരായിരിക്കും.
ഇതിൽ ആർക്കൊപ്പം സഞ്ചരിക്കണമെന്ന് നിനക്ക് തീരുമാനിക്കാം. അവൻ ജിത്തുവിനെ നോക്കി ഉറപ്പോടെ പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.